യഹൂദന്മാരായിരക്കണക്കിന് വർഷങ്ങൾ ആക്രമിക്കപ്പെട്ടും ആക്രമിച്ചും പല വ്യത്യസ്തമായ നിലയിൽ അവർ ജീവിച്ചപ്പോഴും ഈ ഇസ്ലാം എന്ന വർഗം ലോകത്ത് ഉണ്ടായിട്ട് പോലുമില്ല. 7-ാം നൂറ്റാണ്ടിലാണ് ഈ വർഗം ലോകത്തിൻ്റെ ശാപമായിട്ട് ഉടലെടുക്കുന്നത്. എന്നിട്ട് അവരുടെ രാജ്യം എല്ലാ കാര്യങ്ങളോടും ഇസ്ലാമിന് കൊള്ളയുടെ സ്വഭാവമാണ്. വിശ്വാസങ്ങളെ കൊള്ളയടിക്കുക, ദൈവങ്ങളെ കൊള്ളയടിക്കുക, സ്വത്ത് കൊള്ളയടിക്കാം. യഹൂദൻ്റെ വിശ്വാസത്തെ കൊള്ളയടിച്ചു, അവൻ്റെ പ്രവാചകന്മാരെ കൊള്ളയടിച്ചു, അവൻ്റെ 70,000 ഫലസ്തീനികളെ കൊന്ന ഇസ്ലാം. ഒരു പക്ഷേ ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ആ ക്രൂരതയുടെ, വേദനയുടെ, കണ്ണീരിൻ്റെ യഥാർത്ഥ രൂപം ഒരു പക്ഷേ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ്. അതിലേറ്റവും ക്രൂരമായിട്ടുള്ളത്, ഞാൻ ആരാണ്, ഞാൻ എന്തിന് കൊല്ലപ്പെടുന്നു എന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങളുടെ വളരെ ദയനീയമായിട്ടുള്ള, നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ്. ആരാണ് ഇതിന് കാരണക്കാരൻ? ഒരു സുപ്രഭാതത്തിൽ ജൂതന്മാർക്ക് തോന്നുക, ബോറടിച്ചു, കുറച്ച് മുസ്ലിങ്ങളെ കൊന്നുകളയാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ? ഇസ്ലാം എന്ന പ്രാകൃതമായ, അധമമായ, നിഷ്ഠൂരമായ, ക്രൂരമായ ഒരു ദർശനത്തിൻ്റെ വാക്താക്കൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തിൻ്റെ വായിൽ പല്ല് പറിക്കാൻ കുറേ കുണ്ടന്മാരെ പറഞ്ഞു വിട്ടത്. ഫവൈലുല്ലിൽ മുസല്ലീൻ എന്നുള്ള വാക്ക് അർത്ഥവത്താകുന്നത് ഇവിടെയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം അവർ പഠിച്ചിട്ടില്ല. ഞാൻ നിരീശ്വരവാദികളോട് പറയാറുണ്ട്, നിങ്ങൾ ജൂതൻ്റെ ചരിത്രം പഠിക്കരുത്, നിങ്ങൾ വിശ്വാസികളാവും. ഒരു ദൈവമില്ലാതെ എങ്ങനെ ഈ ഒരു കുഞ്ഞു രാഷ്ട്രത്തിന് ഇത് സാധിക്കുന്നു? നമ്മുടെ മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ജനങ്ങളെ അവിടെ ഉള്ളൂ. നമ്മളെ മലബാറിനെക്കാട്ട് കുറച്ച് വലുപ്പമേ അവരുള്ളൂ. 1948 മുൻപ് അങ്ങനെ രാഷ്ട്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആ രാഷ്ട്രം ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യാൻ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വർഗം, ഭ്രാന്തന്മാരായിട്ടുള്ള, രക്തദാഹികളായിട്ടുള്ള, കാപാലികന്മാരായിട്ടുള്ള, കാമഭ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ആളുകളെ പറഞ്ഞു വിട്ടാൽ എന്ത് സംഭവിക്കും? ആ 70,000 അല്ല, അതിനപ്പുറം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം. ആ രാഷ്ട്രമില്ലാതായി. എന്നിട്ടും തോൽവി സമ്മതിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളുടെ തലച്ചോറ് കിടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. കേരളസ്ഥാൻ എന്ന് പറയുന്ന, ചൈന എന്നൊരു തമ്മാടിക്ക് പാകിസ്ഥാൻ എന്ന വേശ്യയിൽ ജനിച്ചൊരു രാജ്യമാണ് ഈ കേരളസ്ഥാൻ എന്ന് പറയുന്നത്. ഭാരതവുമായിട്ട് സാംസ്കാരികമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പ്രദേശത്തിനൊരു ബന്ധമില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതല്ല, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജിഹാദികൾക്കാണ്. അവിടെ 2 വർഷമായിട്ട് ക്രൂരന്മാരായിട്ടുള്ള ഹിംസജന്തുക്കളെ പോലുള്ള മനുഷ്യരൂപമുള്ള ചെകുത്താന്മാരുടെ മുമ്പിൽ ഇന്ന് കൊല്ലപ്പെടാം, നാളെ കൊല്ലപ്പെടാമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട കുറച്ച് നിരപരാധികളായിട്ട് ജൂതന്മാർ ജീവിക്കുന്നു. വേണ്ടപോലെ ഭക്ഷണമില്ല. ഇവിടുത്തെ തമ്മാടി രാഷ്ട്രങ്ങൾ, പലസ്തീനു വേണ്ടി സംസാരിക്കുന്നവർ എന്തുകൊണ്ടാണ് ആ ബന്ദികളെ നിങ്ങൾ ആദ്യം മോചിപ്പിക്കുന്നു പറയാത്തത്? എന്താണ്? ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ അത്? എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രവും അത് സംസാരിക്കാത്തത്? ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പോലും ശക്തമായി നിങ്ങൾ ആദ്യം ആ നിസ്സഹായരായ മനുഷ്യരെ മോചിപ്പിക്കുക. എത്ര ഭീകരമാണ്! ബോംബുകളുടെ മുമ്പിൽ സെക്കൻഡ് കൊണ്ട് കൊല്ലപ്പെടുന്നതിനേക്കാളും ക്രൂരമാണ് ഓരോ സെക്കൻഡിലും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ആധുനിക ലോകം കണ്ട ഏറ്റവും ക്രൂരതയാണ്. 1-2 ദിവസമല്ല, 2 വർഷം. അതോ തൊട്ടു മുമ്പിൽ മറ്റുള്ളവർ ക്രൂരമായി കൊല്ലപ്പെടുന്നത് കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ അതിലും ക്രൂരമായിട്ടൊന്നുമില്ല. ഇവരല്ലേ ഇത് തുടങ്ങി വെച്ചെന്ന് ചോദിച്ചാൽ ഉടനെ അതിൻ്റെ മുമ്പും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ രാഷ്ട്രം, ജിഹാദികളുടെ രാഷ്ട്രം ജൂതന്മാരെ കൈയടക്കി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നു സഹോദരന്മാരെ, സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാം.
യഹൂദന്മാരായിരക്കണക്കിന് വർഷങ്ങൾ ആക്രമിച്ചും പല വ്യത്യസ്തമായ നിലയിൽ അവർ ജീവിച്ചപ്പോഴും ഈ ഇസ്ലാം എന്ന വർഗം ലോകത്ത് ഉണ്ടായിട്ട് പോലുമില്ല. 7-ാം നൂറ്റാണ്ടിലാണ് ഈ വർഗം ലോകത്തിൻ്റെ ശാപമായിട്ട് ഉടലെടുക്കുന്നത്. എന്നിട്ട് അവരുടെ രാജ്യം എല്ലാ കാര്യങ്ങളോടും ഇസ്ലാമിന് കൊള്ളയുടെ സ്വഭാവമാണ്. വിശ്വാസങ്ങളെ കൊള്ളയടിക്കുക, ദൈവങ്ങളെ കൊള്ളയടിക്കുക, സ്വത്ത് കൊള്ളയടിക്കുക. യഹൂദൻ്റെ വിശ്വാസത്തെ കൊള്ളയടിച്ചു, അവൻ്റെ പ്രവാചകന്മാരെ കൊള്ളയടിച്ചു, അവൻ്റെ വിശ്വാസത്തെ, അവൻ്റെ സംസ്കാരത്തെ, അവസാനം അവൻ്റെ സ്വത്തും. മാത്രമല്ല, നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് വേറെ ചില കാര്യങ്ങൾ സാധിക്കും. മക്കയിൽ ഗതികെട്ട മുഹമ്മദ് മദീനയിലോട്ട് പോയതെന്താ? അവിടുത്തെ അഖില സുന്നത്ത് വൽ ജമാഅത്തുകാർ അവിടെ മജ്ലിസ് നടത്തിയതുകൊണ്ടാണ്, അവിടെ പായസം വെച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. മദീന പോലുള്ളൊരു രാജ്യത്തെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കി ഇരിക്കുകയായിരുന്നു യഹൂദന്മാരവിടെ. അവിടെ തന്ത്രപരമായി കയറിച്ചെന്ന് യഹൂദനുമായിട്ട് തന്ത്രപരമായിട്ട് ബന്ധമുണ്ടാക്കി അവരെ നശിപ്പിച്ചു, കൊന്നൊടുക്കി, അവരുടെ സ്വത്ത് കൈക്കലാക്കി. ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് യഹൂദൻ്റെ ചോരയാണ്, അവൻ്റെ വിയർപ്പാണ്. ഇന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളെന്ന് പറയുന്ന പല രാജ്യങ്ങളും യഹൂദൻ്റെ ശക്തി കേന്ദ്രമാണ്. യമൻ യഹൂദന്മാരുടെ ശക്തി കേന്ദ്രമായിരുന്നു. എന്തിന് മുഹമ്മദ് ജനിച്ച ഈ അറേബ്യ പോലും യഹൂദൻ രാജാക്കന്മാർ ഭരിച്ചിരുന്നൊരു നാടാണ്. എന്നിട്ട് പറയുന്നത് അവരുടെ നാടാണ്. ഈ വർഗത്തിന് പരിഷ്കൃത സമൂഹത്തിൻ്റെ മാന്യത നിമിത്തം 2 രാജ്യങ്ങൾ UN പ്രഖ്യാപിച്ചതാണ്. അന്ന് ജൂതനും അത് സമ്മതിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ജൂതൻ എങ്ങോട്ട് പോകും? ഇസ്രായേൽ വംശം, ഇതൊരു വംശീയ ഈ സമൂഹം എങ്ങോട്ട് പോകണം? നിങ്ങൾക്ക് കയറി ചെല്ലാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രൂരമായി നിങ്ങൾ തന്നെ കൊന്ന് അത് വിറ്റ് ജീവിക്കുന്നൊരു വർഗമാണ്. ഹമാസ് എന്ന ഭീകര സംഘടന അവർക്ക് എന്ന് പണമില്ലാതാവുന്നോ അന്ന് അവരൊരു മിസൈൽ വിടും, ജൂതൻ കണക്കിന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വിറ്റ് നമ്മുടെ അട്ടപ്പാടിയിൽ വരെ അവർ ആ ഫോട്ടോ ഒട്ടിക്കും. ലോകത്തു നിന്ന് പിരിവ് നടത്തി ഈ ജിഹാദി തമ്മാടികൾ ഖത്തറിലേക്ക് പോയി സുഖമായി ജീവിക്കും. പാവപ്പെട്ട പലസ്തീനികളുടെ രക്തം കൊണ്ട് ജീവിക്കുന്ന രക്തരാക്ഷസുകളാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. ഈ വർഗം ലോകത്തുനിന്ന് ഇല്ലാതാകാതെ ലോകത്ത് സമാധാനം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൽ ആഗ്രഹിക്കുന്ന സകല മനുഷ്യരും ഇസ്ലാമിതര സമൂഹങ്ങൾ ഒരുമിച്ച് നിൽക്കണം. ഭാരതത്തിലെ സുവിശേഷ ഭ്രാന്തന്മാരെയൊക്കെ നിങ്ങളുടെ ഭ്രാന്തൊന്ന് ഒതുക്കി നിർത്തുക. നിങ്ങൾ ആദ്യം നിലനിൽപ്പ്, ജീവനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ സിറിയയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ശ്രീലങ്കയിൽ 200ഓളം ക്രൈസ്തവർ ഒരു കാരണവുമില്ലാതെ ക്രൂരമായി കൊല്ലപ്പെട്ടത് ചിന്തിക്കുക. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവരെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ ഭാരതത്തിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്ന ആളുകൾ മതത്തിലോട്ട് വരുന്നു, സ്വാഭാവികമാണ് ആക്രമണം. ഈ ആക്രമണത്തിനെതിരായിട്ട് സമ്മേളനം നടത്താനോ പ്രതികരിക്കാനോ ഏതെങ്കിലും രീതിയിൽ കേസ് കൊടുക്കാനോ ബൈബിൾ അനുവദിക്കുന്നുണ്ടോ? സുവിശേഷം എന്നത് നിർബന്ധമാണ്. അതേ ബൈബിൾ വിശ്വസിക്കുന്ന നിങ്ങൾ സുവിശേഷത്താൽ ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ടുണ്ട്. എൻ്റെ വിഷയം ഇപ്പം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആഗ്രഹിക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണത്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്.